സാധാരണ എല്ലാവരും ടെറസിന്റെ മുകളിലല്ലേ ചെയ്യുക, ഇത് ട്രസ് വർക്കിന്റെ മുകളിലാണ് സാർ ചെയ്തത്. സാറ് ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ഇതെന്ന് പറയണമെങ്കിൽ നമുക്ക് ട്രസ് വർക്ക് ഓൾറെഡി സ്ലോപ്പാണല്ലോ. അപ്പോൾ ആ സ്ലോപ്പിന്റെ മേലെ നമുക്ക് ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനും നമുക്കതിൽ സഞ്ചരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളത് ഈ സ്ലോപ്പ് ട്രസ് വർക്കിന്റെ മേലെ ഒരു പ്ലാറ്റ്ഫോം ഷീറ്റിൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്, മെറ്റൽ വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിന് എന്ത് ചെലവ് വന്നു? ഇത് എത്ര ആൾക്കാർക്ക് ക്യാരി ചെയ്യാൻ പറ്റും? ഇതില് ധാരാളം ആൾക്കാർക്ക് നിൽക്കാം, കുഴപ്പമില്ല. ഇത് ഒരു സ്ക്വയർ മീറ്ററിൽ ഏകദേശം നമുക്കൊരു 200 kg വരെ വെയിറ്റ് ബെയർ ചെയ്യും. ഇത് അധികം ചെലവ് വരും? ഇല്ല, ഒരുപാടൊന്നും വരില്ല. ഇത് ചെയ്യാൻ പറ്റിയെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ മീതെ ചെലവ് മൊത്തം സെറ്റിങ്സ് വന്നിട്ടുണ്ടാവും. പിന്നെ ഇതിനുള്ള ജലസേചനമൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് സാർ? ജലസേചനം നമ്മൾ ട്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിരിക്കുന്നത്. ട്രിപ്പ് ഇറിഗേഷൻ അത് ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ ഡെയിലി വന്നിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊരു സോളിനോയിഡ് വാൾവ് എല്ലാം വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ടെക്നിക്കൽ ഇതാണ് എൻ്റെ ബേസിക്. നമ്മൾ ആ വർക്ക് തന്നെയാണ് നമ്മൾ ഗൾഫിലൊക്കെ ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ട്രിപ്പ് ഇറിഗേഷൻ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഓട്ടോമേഷൻ ഒരു ഡിവൈസ് എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്, ടൈമർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി 2 നേരം കൃഷിക്ക് വെള്ളം കറക്റ്റായി കിട്ടും. അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് വേണ്ടത് വെയിലും വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ ആയതുകൊണ്ട് വെയിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബിൽഡിങ്ങിൻ്റെ മേലെ ഇങ്ങനെ ട്രസ് വർക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് വെയിൽ കിടക്കുന്നുണ്ടപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നുള്ളൊരു യൂട്ടിലൈസ് ചെയ്യാൻ തോന്നി. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ സോളാർ പാനൽ വെച്ചിട്ട് ഓൺ ഗ്രിഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു ചെയ്തത്. വരുമാനം കിട്ടാറുണ്ട്? കഴിഞ്ഞ സീസണിൽ ധാരാളം നമ്മൾ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിച്ചു. ഇപ്പോൾ അടുത്ത സീസൺ ആവാൻ പോകുന്നുള്ളൂ. അപ്പോൾ സാർ ഇതിന്റെ കോസ്റ്റ് കുറഞ്ഞ മെത്തേഡ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളല്ലേ? വേസ്റ്റ് ഇതെല്ലാം ബക്കറ്റുകൾ, പെയിന്റ് ബക്കറ്റ്. ഈ പൈപ്പ് എന്തിനാ ഉപയോഗിച്ചിട്ടുള്ളത്? അത് ഡ്രെയിനേജ്, അതായത് ഇപ്പോൾ ഇത് മെറ്റൽ ഷീറ്റാണല്ലോ മേലെ. നമ്മൾ ഈ വെള്ളം വാട്ടർ ജലസേചനം കൊടുക്കുമ്പോൾ അത് ഷീറ്റിന്റെ മേലെ വീണ്ടും തുരുമ്പെടുക്കാൻ ഉണ്ടാകുന്നുള്ള നിലക്ക് ഇതിലിപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അതിൽ ഇടയ്ക്ക് ഇപ്പോൾ യൂറിയ മറ്റുള്ളതൊക്കെ മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ. അപ്പോൾ ആ കെമിക്കല് ഈ മെറ്റൽ ഷീറ്റിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ വരുന്ന എക്സ്ട്രാ വരുന്ന വെള്ളം നമുക്ക് ഡ്രെയിനേജ് വഴി പുറത്തേക്ക് പോകില്ല. നമുക്ക് സാറ് ഓട്ടോമാറ്റിക് ജലസേചനാന്ന് പറഞ്ഞു. അതെ. അപ്പൊ അതിന് നമ്മള് ഒരു വാൽവ് ഉണ്ടായിരിക്കുമല്ലോ. ആ വാൽവ് ഒന്ന് നമുക്ക് എങ്ങനെയാന്ന് പരിചയപ്പെടാൻ ടാങ്ക് നിൽക്കുന്നത് ഇതാണ്. അതിൽ ഏകദേശം ഒരു 30,000 ലിറ്റർ വെള്ളം സ്റ്റോറേജുള്ളൊരു ടാങ്കാണ്. ഇതിനായിട്ട് ഏകദേശം 10 ഹൈറ്റിലാണ് അത് ഉള്ളത്. അപ്പോൾ അതിൽ വരുന്ന വെള്ളം ഇവിടെ ഒരു പൈപ്പ് 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് കൊടുത്തിട്ട്